ഹായ്, ഞാനിപ്പോൾ പറയാൻ പോണത് വേറെ ഒന്നല്ല കേട്ടാ. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നത്തിൽ എന്നെ ഒരു പാമ്പ് വന്നിട്ട് എന്നെ ഇങ്ങനെ കൊത്തുകയാണ്. പാമ്പ് വന്ന് കൊത്തിയതിന് ശേഷം എൻ്റെ ശരീരത്തിലേക്ക് അതിൻ്റെ വിഷം കയറിയിട്ട് ഞാൻ എന്താ പറയുക, മരണത്തിലേക്ക് പോകുന്ന പോലെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കണം, അയ്യോ എനിക്ക് ഒരിക്കലും മരിക്കാനായിട്ട് താല്പര്യമില്ല, അയ്യോ എനിക്ക് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരെയും വിട്ടിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ പോകും, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ മനസ്സിൻ്റെ ആ ഉപബോധ മനസ്സ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ശരിക്കും അടഞ്ഞു പോയി കണ്ണുകൾ അടഞ്ഞ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തളർന്ന് പോണത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ആ കണ്ണ് ഞാൻ തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ്. ഓക്കെ, മനസ്സിലാക്കി കഴിഞ്ഞ സ്വപ്നമുണ്ട്, വിഷയം കഴിഞ്ഞ്. പക്ഷേ ഞാൻ കാലത്ത് ഇങ്ങനെ നേരം വെളുത്തപ്പോൾ ഈ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കേണ്ട. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണത് തന്നെ ഒരു പരിധിവരെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. വേറെ ഒന്നല്ല, ഒരു സ്വപ്നം പോലൊക്കെ തന്നെയാണ്. നമ്മളൊരു നിമിഷം മതി, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാനായിട്ട് വെറൊരു നിമിഷം മതി. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇത്രയും വർഷക്കാലത്തോളം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്. പക്ഷെ നമ്മൾ മരിക്കാനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ ഒരു നിമിഷം മതി. അപ്പം അതിൻ്റെ പേരിൽ എന്താ പറയുക, നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം ആണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ ഞാൻ ഒന്നും പറയാറുള്ള പോലെ സന്തോഷങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖങ്ങൾ മനസ്സിലാക്കുക, ദുഃഖങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എന്താ പറയുക, നമ്മളെ ഈ ഒരു സമൂഹത്തിൽ നമ്മളെല്ലാ പ്രതിബദ്ധതകളോട് കൂടിയിട്ട് നമ്മളെ സുഹൃത്തുക്കളോട്, നമ്മളെ അച്ഛനമ്മ, ഭാര്യ, മക്കളെല്ലാവരോടും ഒരു സമൂഹത്തോട് നല്ല സന്തോഷത്തോടെ ജീവിച്ച് പോകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക, ആ സന്തോഷങ്ങൾ കണ്ടെത്താനിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്വപ്നത്തിൽ പോലെ നമ്മളെ ശരീരത്തിലേക്ക് ആ വിഷം കയറി നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മയങ്ങി മരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കാവുന്ന കാര്യമാണ്. അത് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ വല്ല ആക്സിഡൻറ്റ്, ചിലപ്പോൾ വല്ല അസുഖമോ, ചിലപ്പോൾ വല്ല അറ്റാക്കാ, ചിലപ്പോൾ വല്ല സ്ട്രോക്കാ, ഒന്നും പറയേണ്ട, ഇടിവാൾ പിന്നെ ഇടയ്ക്ക് ഏറ്റിട്ട് നമുക്ക് മരണപ്പെടാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അപ്പം അതിൻ്റെ പേരിൽ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണാം. എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ആ ഒരു കാലത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് നിങ്ങളോട് ചുമ്മാ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.